ഞാൻ എന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു. ഒരച്ഛൻ, അമ്മ, ഉമ്മ, ഉപ്പ എന്ന നിലയിൽ നമ്മളൊക്കെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ല. മനസ്സിൽ പറഞ്ഞത് ഒക്കെ പറഞ്ഞൊക്കെ കേൾക്കും. അതുകൊണ്ട് വേണം. രണ്ടാമത്തെ ചോദ്യം, ഈ കാലഘട്ടത്തിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നു. നേരത്തെ അൻവർ സാറാവട്ടെ, യാസിർ സാറാവട്ടെ, അനൂപ് സാറാവട്ടെ, അവരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലേ, കുട്ടികൾ പറഞ്ഞാല് ഇതുണ്ട്. ഏകദേശം ഒരു 40-ലധികം അല്ലെങ്കിൽ 40-ന് കുട്ടികളുണ്ടാവും. 40-45 റേഷ്യോയിലായിരിക്കും. എത്ര കുട്ടികളുണ്ട്? 45-46, അതോ 45, ഒരു 50-ന് താഴെയുള്ള കുട്ടികളുണ്ട്. ആ കുട്ടികളും നമ്മളെ പോലെയുള്ള വീടുകളിൽ നിന്ന് വരുന്ന മക്കളാണ്. അവർക്കിടയിലും കുട്ടികൾ, നമ്മുടെ കുട്ടികളായാലും എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ കുട്ടികൾ 10 ക്ലാസ് ഉണ്ടാവുള്ളൂ. ശരിയാണല്ലോ. അപ്പൊ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ആദ്യം മാത്രമായിട്ട് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ യു വാണ്ട് ടു ഐഡന്റിഫൈ. ആദ്യം നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, നമ്മുടെ കുട്ടികൾ ആരാണ്, നമ്മുടെ കുട്ടികൾ ആരാണെന്നാണ്. സ്ക്രീനിൽ എന്താ കാണുന്നത്? ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഒരു സുഹൃത്തിന്റെ ഭാര്യയുടെ സ്റ്റാറ്റസിൽ വന്ന ഒരു കാര്യം സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചതാണ്. അവന്റെ ഭാര്യയും എന്റെ ഭാര്യയും ഒരുമിച്ച് +2 പഠിച്ച ആൾക്കാരും കൂടെ ആയിരുന്നു. കല്യാണം കഴിഞ്ഞു 5-6 വർഷങ്ങൾ 10ാം ക്ലാസ്സിലുണ്ട്. അപ്പൊ നമ്മൾ കൂടെ ഇരുന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് നമുക്ക് ഉപകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായിരുന്നാലും ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളൊക്കെ രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ എത്രത്തോളം ക്ലാസ് ടീച്ചർ ആരാണ്? ആ ക്ലാസ് ടീച്ചർ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ മക്കളുടെ കാര്യത്തിന് വേണ്ടി വിളിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ കുട്ടിയുടെ പഠന നിലവാരവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ആ ടീച്ചറുമായിട്ട്, ക്ലാസ് ടീച്ചറായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് മീറ്റിങ്ങോട് കൂടിയിട്ട് ആ ടീച്ചറിന് അടുത്ത് ഇടപഴകി നമ്മളെ മക്കളുമായിട്ട് ഒന്ന് കണക്ട് ചെയ്തിട്ട് വേണം ഇന്നത്തെ മീറ്റിംഗ് ആയിട്ട് നമ്മൾ പോവാനെന്നുള്ളതാണ് സ്വഭാവ രീതി. ഞാൻ അതിൽ കൂടുതൽ പോകുന്നില്ല, അത് നിങ്ങൾക്കാണ് അറിയാം. ഭക്ഷണ രീതി, ചിക്കൻ പൊരിച്ചത്, മീൻ പൊരിച്ചത്, ഇല്ലെ പച്ചക്കറി കൊണ്ടായ അവരെ വിഷയങ്ങൾ പഠിപ്പിക്കുന്നത് ഓരോ കാണാൻ സാധിക്കുന്ന അത്ര കാണണമെന്നാണ് എനിക്ക് പറയുന്നത്. പഠന നിലവാരം കുട്ടികളുടെ കാലമാണ്. ഇക്കഴിഞ്ഞ ക്വാർട്ടർലി എക്സാമിന് അവർക്ക് കിട്ടിയ മാർക്ക്, ഓരോ വിഷയത്തിൽ എവിടെയാണ് അവർ മികച്ചു നിൽക്കുന്നത്, എവിടെയാണ് അവർക്ക് കുറവുള്ളത്, എവിടെയാണ് പരിഹരിക്കേണ്ടത്, പരീക്ഷ ഏതൊക്കെ രൂപത്തിലേക്ക് എത്താൻ പറ്റുമെന്നുള്ള ഒരു കാര്യം അത് എനിക്ക് അതിന്റെ വില ഇപ്പൊ മനസ്സിലാവില്ല. എപ്പോ മനസ്സിലാവുന്നറിയാം? നമ്മുടെ മക്കൾക്ക് റിസൾട്ട് കിട്ടി, +1 അലോട്ട്മെന്റ് ഒക്കെ കൊടുത്ത് അലോട്ട്മെന്റ് ഇങ്ങനെ വരുമ്പോ ഒരാളിങ്ങനെ വന്ന് അവിടെ പറയുന്നില്ലേ, ഒരു A ഗ്രേഡും ഒരു A+ ഗ്രേഡും ഒരിക്കലും എന്തല്ല ഒരേ മാർക്കല്ല, 1 മാർക്കിന്റെയോ അല്ലെങ്കിൽ 2 മാർക്കിന്റെയോ വ്യത്യാസമല്ല. അത് 100കളായിരിക്കും. ചിലപ്പോ +1 അഡ്മിഷന് എത്രയോ ആളുകളെക്കാൾ മുകളിലേക്ക് എത്താൻ ഒരു A+ മതി. കുട്ടികൾ വായിക്കുന്നേരം സ്കൂൾ വിട്ട് തിരിച്ചു വരുമ്പോ അത് വലിയ കുട്ടിയാണെങ്കിൽ ചെറിയ കുട്ടിയാണ്. നമ്മൾ കേൾക്കാറുണ്ട് LKG 1ാം ക്ലാസ് LP സ്കൂളൊക്കെ പഠിക്കുന്ന കുട്ടികൾ പറയണമെന്ന്, അല്ലെ?